gets it. First man on the planet to reach 200. And it's the Superman from India. And he smashed him down the ground. What a player. What a wonderful player. In the air, Sreesanth takes it. India win. Unbelievable scenes here at the bull ring. Oh, knocks him over. This is Jasprit Bumrah. He has done the job. He's broken through. The big man turns round and looks at the shattered stumps. എല്ലാവരും എന്നോട് ചോദിക്കും ഈ മക്കളുടെ പ്രായത്തിലുള്ളവരുടെ കൂടെ ക്രിക്കറ്റ് കളിച്ച് നടന്നിട്ട് എന്ത് കിട്ടാനാണ്. ഒന്നും കിട്ടാനൊന്നുമില്ല, പക്ഷേ ജീവിക്കാനുള്ളൊരു ഊർജവും സന്തോഷവും അത് ഈ കളിയാണ്. धमकी में दिल ना मिला तू करके झूठी बात, धमकी से प्यार ना हो जाएगा मुझको. धमकी में दिल ना मिला तू करके झूठी बात, धमकी से प्यार ना हो जाएगा मुझको. तू ढूंढे तुझे जीवन में एक सितारा था, मानो वो बेहद प्यारा था. वो डूब गया तो डूब गया यहाँ. अंबर के आनंद को देखो, कितने इसके तारे टूटे, कितने इसके प्यारे छूटे वहाँ. എൻ്റെ പേര് വിജയൻ. ഹിറ്റർ വിജയൻ എന്ന് പിള്ളേരെന്നെ കളിയാക്കി വിളിക്കും. അടിയന്തരാവസ്ഥക്കാലത്ത്, അതായത് 1974 മാർച്ച് തൃശ്ശൂർ ജില്ലയിൽ പുതുരുത്തിയിലാണ് ഞാൻ ജനിച്ചത്. ഇപ്പോൾ 50 വയസ്സായി. ആ കാലത്ത് ജനിച്ച മിക്ക ആൾക്കാരുടെയും പോലെ നമ്മുടെ ബാല്യം ദുരിതവും ശോകവും പഞ്ഞൊക്കെ നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു. പിന്നെ നമ്മൾ കൂട്ടുകാരുടെ കൂടെയൊക്കെ തുള്ളിച്ചാടി നമ്മൾ സ്കൂളിൽ പോയി. 7ാം ക്ലാസ്സിൽ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ പോയത് കലകളുടെ ഈറ്റില്ലമായ കലാമണ്ഡലത്തിലേക്കാണ്. അവിടെ മദ്ദളം എന്ന് പറഞ്ഞൊരു കോഴ്സിനാണ് ഞാൻ ചേർന്നത്. അത് 4 വർഷത്തെ കോഴ്സാണ്. അത് ഞാൻ അവസാനിപ്പിക്കേണ്ടി വന്നത് 6 വർഷം ഞാൻ എടുക്കേണ്ടി വന്നു. ഇടയിൽ അവിടുന്ന് ചാടിപ്പോരിലും എൻ്റെ കയ്യിലിരിപ്പ് ഇത്തിരി വളരെ മോശമായിരുന്നു. ചാടിപ്പോരിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വിട്ടു നിൽക്കേണ്ടി വന്നു. വീണ്ടും ഞാൻ 2 വർഷം കഴിഞ്ഞ് അവിടെ ജോയിൻ ചെയ്ത് 93-ലാണ് പിന്നെ ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയത്. ക്രിക്കറ്റ് കളി എനിക്ക് ജീവനായിരുന്നു. പക്ഷേ അന്നത്തെ സാഹചര്യത്തിലൊന്നും നമുക്കൊരു ക്രിക്കറ്റ് കളിക്കാരനാവണമെന്നും ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ജീവിതം എന്നൊരു ചായക്കടക്കാരനാക്കി. ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം. രാഹുലും एक चाय. ഈ കടയാണ് എൻ്റെ ജീവിതമാർഗം. അന്നം തരുന്ന ഈ കടയെ മാതിരി ഞാൻ എൻ്റെ ക്രിക്കറ്റ് കളിയെയും സ്നേഹിക്കുന്നു.
ക്രിക്കറ്റിനെ കുറിച്ച് മതിക്കുന്ന ഓർമ്മ എന്ന് പറയാനുള്ളത് എൻ്റെ കലാമണ്ഡലത്തിലെ പഠനത്തിന്റെ സമയത്താണ് ഉണ്ടായിട്ടുള്ളത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 1989 ക്ലാസ് കെട്ടി നടക്കുന്ന സമയമാണ് അന്ന്. ആ സമയത്ത് നമ്മളൊരു കളി കാണാനായിട്ട് നമ്മളൊരു ഗ്രൗണ്ടിന്റെ അടുത്ത് ചെല്ലണു. അപ്പോ ആളില്ലാത്തതുകൊണ്ട് നമ്മളെ പിടിച്ച് അവര് ഇറക്കണം. ആ ഇറക്കിയ ടീമിനെ നമുക്ക് അടിച്ച് ജയിപ്പിക്കാൻ കഴിഞ്ഞതാണ് നമുക്ക് ഏറ്റവും വലിയ സുന്ദരമായിട്ടുള്ള ഒരു ഓർമ്മ എന്നിൽ നിൽക്കുന്നത്. പിന്നെ ആ സെറ്റിൽ എന്ന് പറയുകയാണെങ്കിൽ അന്നത്തെ ഹിറ്റ് സിനിമയായ മൂന്നാം മുറയുടെ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഗംഭീര പരിപാടിയായിരുന്നു. അപ്പോ നമ്മുടെ ജയിപ്പിക്കലും ഈ മൂന്നാം മുറയുടെ മ്യൂസിക്കും എല്ലാം കൂടി എന്നിൽ മതിരിക്കുന്നൊരു ഓർമ്മയാണ് ക്രിക്കറ്റ് എനിക്ക് തന്നത്. അത് ഞാൻ ഇന്നും കൊണ്ടു നടക്കുകയാണ്. ക്രിക്കറ്റ് എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. മദ്ദളകല കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ഉത്തരവാദിത്വവും ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണിച്ചില്ല. പിന്നെ ജീവിക്കാൻ വേണ്ടി പെയിൻറ്റിങ്, പോളിഷ് പണി, കമ്പനി പണി, അങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ പോയിക്കൊണ്ടേയിരുന്നു അതിന്. അങ്ങനെ കുട്ടിക്കാലം അവസാനിച്ചപ്പോൾ ജീവിതത്തിന് ഉത്തരവാദിത്തങ്ങൾ കൂടി. 99 എൻ്റെ വിവാഹം കഴിഞ്ഞു. അതോടുകൂടി ക്രിക്കറ്റ് ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. അങ്ങനെ ഒരുപാട് നാളത്തെ അലച്ചിലുകൾക്ക് ശേഷം ഞങ്ങളുടെ സ്വന്തം കടയിലേക്ക് ഞാൻ ജോലിക്കായിട്ട് വന്നു. സ്വന്തം കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ മുത്തച്ഛനും അമ്മൂമ്മയ്ക്കായിട്ടൊരു 43 വർഷത്തെ പാരമ്പര്യമുള്ളൊരു കടയാണ്. തൃശ്ശൂർ മുളന്താവ് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഹോസ്റ്റലിനോട് ചേർന്നിട്ടാണ് ഞങ്ങളുടെ കട. ആർക്ക് ചോദിച്ചാലും ആ കടയെക്കുറിച്ച് അറിയാൻ പറ്റും. അമ്മായി കട എന്നുള്ള പേര് പറഞ്ഞാൽ എല്ലാവരും അറിയും. മുൻകാലങ്ങളിൽ പഠിച്ചു പോയ എല്ലാ ഡോക്ടർമാർക്കും ഞങ്ങളുടെ കടയെക്കുറിച്ചിട്ട് അറിയാം. അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നത് തന്നെ കൂടുതലും MBBS പഠിക്കുന്ന സ്റ്റുഡൻസും പിന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. അതുകൊണ്ട് അവർക്ക് അമ്മായി കട എന്ന് പറഞ്ഞാൽ ഒരുവിധമുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ ആ കടയിൽ എത്തിപ്പെട്ടതോടു കൂടിയിട്ടാണ് എൻ്റെ ജീവിതത്തിനൊരു മാറ്റം സംഭവിച്ചത്. എന്നാൽ കുറേ മടുപ്പും സംഭവിച്ചു. അങ്ങനെയാണ് ഞാൻ വീണ്ടും ക്രിക്കറ്റിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് 2011 ഈ കളി ഈ ഗ്രൗണ്ടിൽ ആരംഭിച്ചത്. പിന്നെ അത് 5 ആളായി, 10 ആളായി, 25 ആളായി. പിന്നെ അത് OP ഫ്രണ്ട്സ് എന്ന ടീമായി മാറി. എല്ലാവരും വരുന്നത് ഈ ക്രിക്കറ്റ് കളിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. പലർക്കും പല ജോലിയും കാര്യങ്ങളുണ്ട്. എന്നാലും അവർ അതിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ലീവ് എടുത്തിട്ടും അല്ലെങ്കിൽ ആരും അറിയാണ്ട് കട്ട് ചെയ്തിട്ടും ഒക്കെ എത്തണത് എന്തുകൊണ്ടാണ്? ഈ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഞാൻ തന്നെ ഇപ്പൊ ഈ സൺഡേ ടൂർണമെന്റിന് പോണത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ചായക്കടയിലാണ്. അപ്പോ അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ എങ്ങനെയെങ്കിലും ഇവിടെയുള്ള എൻ്റെ സഹപ്രവർത്തകരുടെ കാലും കൈയൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കൊക്കെ പോവുക. ഇവിടെ കളിക്കാൻ പറഞ്ഞാൽ ഓൾ ഇന്ത്യ ഉണ്ട്, ഓൾ കേരള ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് വരുന്ന ഗ്രൗണ്ടാണ്. അതുകൊണ്ട് കളി തുടങ്ങിയ ഒരു യുദ്ധം തന്നെയായിട്ട് മാറും.
ഈ കളി തടസ്സപ്പെടണമെങ്കിൽ എളുപ്പം കൊണ്ട് പറ്റില്ല. വേറൊന്നല്ല, ഞങ്ങളാരും അത് ഇഷ്ടപ്പെടുന്നില്ല. മഴക്കാലമായാലും ഞങ്ങൾ ഈ കളി നിർത്താറില്ല. മഴയത്ത് കളിക്കാനും 10-15 പേര് ഈ ഗ്രൗണ്ടിൽ സ്ഥിരമായിട്ടെത്തും. ഇപ്പോൾ ഈ ഗ്രൗണ്ട് യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടാണ്. അത് കാരണം അവരുടെ സ്റ്റിച്ച് ബോൾ കളി ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ ഗ്രൗണ്ടിൻ്റെ ഒരു മൂലയിൽ മുട്ടിഫോർ കളിക്കും. ഇങ്ങനെ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഒരു ഗുണമുള്ളൊരു സംഗതിയാണ്. നല്ലൊരു വ്യായാമം കൂടിയാണ്. പിന്നെ ജീവിതം പോലെയാണ് ക്രിക്കറ്റ് കളിയും. ഇന്ന് നമ്മൾ 50 അടിക്കും, നാളെ നമ്മൾ ഡക്കടിക്കും. അപ്പോൾ ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണാൻ ഇത് എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഏജാണ് എൻ്റെ ജേഴ്സി നമ്പർ. അതിൽ എത്രയൊക്കെ അക്കങ്ങൾ കൂട്ടാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അക്കങ്ങൾ കൂട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ജീവിതത്തിൻ്റെ അവസാന ദിവസവും എനിക്ക് ക്രിക്കറ്റ് കളിക്കണം. അന്ന് 2 6 അടിക്കുകയും വേണം.